وعليكم السلام. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പറയുകയുണ്ടായി, ജീവിതത്തിൽ തെറ്റിദ്ധാരണകളെയൊക്കെ നിങ്ങൾ നന്നായി സൂക്ഷിക്കണമെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉമ്മുൽ മുഅ്മിനീൻ സഫിയ ബിൻത്ത് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാലത്ത് കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തകിഫൻ ഫഅതൈതുഹു അസൂറുഹു ലൈലൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിരിക്കുന്ന ഒരു രാത്രിയിൽ ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. ഫഹദ്ദസ്തുഹു, ഞാൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സുമ്മ ഖുംതു ലിയൻഖലിബ ഫഖാമ മഅി. അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ തിരിച്ചു പോരുമ്പോൾ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര അയക്കാനായി എൻ്റെ കൂടെ എന്നെ അനുഗമിക്കുകയുണ്ടായി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഫമറ റജുലാനി മിനൽ അൻസാരി റളിയല്ലാഹു അൻഹുമ, അൻസാരികളായ രണ്ട് സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഫിയ റളിയല്ലാഹു അൻഹയുടെ ഈ വഴിയിലൂടെ നടന്നു പോകുന്നുണ്ട്. ഫലമ്മ റഅയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കണ്ടപ്പോൾ അവര് ധൃതിയിൽ തിരക്ക് കൂട്ടി നടന്നു പോകുന്ന അദ്ദേഹം കാണുകയാണ്. അപ്പൊ കാല അല റിസ്ലിക്കുമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ രണ്ടുപേരെയും അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇന്നഹ സഫിയ ബിൻത് ഹുയൈ, ഇത് സഫിയ എൻ്റെ ഭാര്യയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫഖാല, അപ്പൊ അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കത് അറിയാലോ റസൂലെ, അള്ളാഹു അത്ര പരിശുദ്ധനാണ്, ഞങ്ങൾക്കറിയാലോ താങ്കളുടെ ഭാര്യ സഫിയയുടെ കൂടെയാണ് നിൽക്കുന്നത്, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം, രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ ഇബ്ലീസ് ഷൈത്വാൻ കടന്നു കളയും എന്ന് പറയുന്നുണ്ട് അവരോട്. എന്നെക്കുറിച്ച് നിങ്ങളിൽ വല്ല സംശയവും ഉണ്ടാക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പൊ തെറ്റിദ്ധാരണ വരാനുള്ള ഒരു സാഹചര്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തന്നെ വളരെ ക്ലിയർ ആക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തൻ്റെ കൂടെ തൻ്റെ ഭാര്യയാണ് എന്ന് ഉറപ്പുവരുത്തി അവരെ ബോധ്യപ്പെടുത്തി വിടുന്ന ഒരു സാഹചര്യം എന്തിനാണ് റസൂൽ ചെയ്തത്? നാളെ അവർ പറഞ്ഞുണ്ടാക്കരുത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ ഒരു സ്ത്രീയുമായി ഇവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംഭവത്തെ അവിടെ തന്നെ അവർക്കത് ക്ലിയർ ആക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതില്ലാതാകാനുള്ള കാര്യങ്ങൾ നടന്നുണ്ട്. ഒന്ന്, തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നമ്മൾ ഇല്ലാതിരിക്കുക എന്നതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നതാണ്. നമ്മളെപ്പറ്റി തെറ്റായ കാര്യങ്ങൾ സംശയിക്കാൻ ഇടവരുത്തുന്ന സാഹചര്യങ്ങളിൽ നമ്മളില്ല എന്ന് ഉറപ്പുവരുത്താണ്. അപ്പോൾ പരസ്പരമായ നമ്മുടെ ഈ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ പുഴുക്കുത്തുണ്ടാക്കുന്ന മാരകമായ രോഗമാണ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണയും ഊഹവും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ ഈ സംഭവത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, തെറ്റിദ്ധാരണയുടെ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക എന്നാണ്. നമ്മൾ പലപ്പോഴും പറയും, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, നാട്ടുകാരെ എല്ലാവരെയും നന്നാക്കാൻ എനിക്കാവില്ലല്ലോ. അപ്പൊ തെറ്റിദ്ധാരണകൾക്ക് ഇടം കൊടുക്കുന്ന സാഹചര്യങ്ങൾ പോലും ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ നല്ല ലക്ഷണമായാണ്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരാൾ ഒരു മദ്യഷാപ്പിൽ കയറി പണം ചേഞ്ച് ആക്കാൻ വേണ്ടി കയറി എന്ന് വിചാരിക്കുക. അയാൾ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ വിചാരിക്കുക എന്തായിരിക്കും? അയാള് കള്ളു കുടിച്ചു വരികയാണോ എന്ന് വിചാരിക്കില്ലേ? സ്വാഭാവികമാണ്. പക്ഷെ അയാളുടെ ന്യായം എന്താണ്? ഞാൻ പണം ചില്ലറയാക്കാൻ ഷാപ്പിൽ കയറിയതല്ലേ എന്ന് ചോദിച്ചാൽ ന്യായമാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത്തരം തെറ്റിദ്ധാരണയുടെ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പലപ്പോഴും അത്തരം തെറ്റിദ്ധാരണക്ക് വലിയ സാധ്യതകളുണ്ട്. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ നമ്മളെ പണിയെടുക്കുമെന്നതിൽ സംശയമില്ല. അപ്പൊ തെറ്റിദ്ധാരണ ജനിക്കുമോ എന്ന് തോന്നിയാൽ അതിൽ വ്യക്തത വരുത്താൻ അവർക്ക് തന്നെ ബാധ്യതയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുകളിൽ പറഞ്ഞ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടായി കഴിഞ്ഞാൽ നോക്കൂ, അത് വ്യക്തിബന്ധങ്ങൾ തകരും, കുടുംബ ബന്ധങ്ങൾ തകരും. ഇല്ലാത്ത കാര്യങ്ങൾ, മോശമായ ധാരണകൾ ഒരു വ്യക്തിയെ പറ്റി നാട്ടിൽ പരക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ചത് ഇയ്യാക്കും വല്ലന്ന് ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ് എന്ന് ഓർമ്മിപ്പിച്ചത്. ഊഹം നിങ്ങൾ സൂക്ഷിക്കണേ, തീർച്ചയായും ഊഹിച്ചുള്ള സംസാരം കളവുകളിൽ വെച്ച് ഏറ്റവും വലിയ കളവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ പലപ്പോഴും സാഹചര്യങ്ങളിൽ ഊഹിച്ചുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ അതിന്റെ മറ്റൊരു വശമാണ്. ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ വളരെ നിഷ്കളങ്കമായോ യാതൊരു വിധത്തിലുള്ള തിന്മയോ ഇല്ലാത്ത സാഹചര്യങ്ങളിലായിരിക്കും. പക്ഷേ ആളുകൾ സ്വാഭാവികമായും, ചില ആളുകളുണ്ട്, മോശമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയും അത് ആളുകളെ പറ്റി പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മൾ അതിലൊന്നും ഇല്ല എന്ന് പ്രിയപ്പെട്ടവരെ ഉറപ്പുവരുത്തുക എന്നതാണ്. ഒരാളുടെ പക്കൽ നിന്ന് വല്ല തെറ്റും ഏതെങ്കിലും കാര്യം വന്നുപോയിട്ടുണ്ടാകും. അതിന്റെ പേരിൽ ചിലപ്പോ നമ്മൾ അയാളെ ലേബൽ ചെയ്ത് കളയും. ഏതെങ്കിലും ഒരു കാലത്ത് ഒരു മനുഷ്യന് എന്തെങ്കിലും വർത്തമാനത്തിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ഒരിക്കൽ ഒരു മനുഷ്യൻ ചെയ്തു പോയിട്ടുണ്ടാകും. അതിന്റെ പേരിൽ ചിലപ്പോൾ അയാളെ നമ്മൾ ടാർഗറ്റ് ചെയ്യും, അയാളെ നമ്മൾ ലേബൽ ചെയ്യും. പക്ഷേ അയാൾ അങ്ങനെ തന്നെ തുടരുന്ന മനുഷ്യനാവുകയില്ലല്ലോ. ചിലപ്പോ അയാൾ തൗബ ചെയ്ത് ആ തെറ്റിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു തആല അയാൾക്ക് ആ തെറ്റ് പുറത്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഈ പറഞ്ഞു നടക്കുന്നതിന്റെ ഈ ആളെ പിന്നെയും അതേ ലേബലിൽ തന്നെ പറഞ്ഞ് അങ്ങനെ മോശമാക്കി നടക്കുന്നവന്റെ വിധി എന്താകുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു മനുഷ്യനെ ഒരു തെറ്റുകാരനായി കണ്ടാൽ പോലും അയാൾക്ക് തെറ്റ് പറഞ്ഞു കൊടുക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും അയാളെ കൂടുതൽ മാനഹാനി ഉണ്ടാക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ഇസ്ലാമിക മര്യാദ എന്താണ്? ഹുസ്നുൽ വന്നി മിൻ ഹുസ്നിൽ ഇബാദ എന്നാണ്. അന്യനെ കുറിച്ചുള്ള, മറ്റൊരാളെ കുറിച്ചുള്ള നല്ല വിചാരമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹുസ്നുൽ വന്നി മിൻ ഹുസ്നിൽ ഇബാദ എന്ന് പറയുന്നത്. നല്ലത് വിചാരിക്കൽ പോലും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. ഒരാളെ കുറിച്ച് നല്ലത് വിചാരിച്ചാൽ മതി, അയാൾ നല്ലത് ചെയ്യുന്നുണ്ട്, നല്ല മനുഷ്യനാണ്, അയാൾ നല്ല സ്വഭാവമാണ്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇങ്ങനെ നല്ല വിചാരമുള്ള ഒരു മനസ്സിന്റെ ഉടമയാകുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ഇബാദത്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചാണ് അവിടെ ഗൗരവത്തിൽ ഓർമ്മിപ്പിച്ചത് എങ്കിലും വഖൂലു ഖൗലൻ സദീദ, നേരായത്, ശരിയായത്, ചൊവ്വായത്, നല്ല കാര്യങ്ങൾ നിങ്ങൾ ചൊവ്വേ സംസാരിച്ചാൽ മതി എന്ന് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും ഒക്കെ നമ്മൾ തന്നെ കൂടുതൽ സ്ഫുടം ചെയ്ത് നന്നാക്കിയെടുക്കുക. തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എത്തിപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ആരുടെയെങ്കിലും വീഴ്ചകളെ പർവ്വതീകരിച്ച് വലിയ തെറ്റുകാരനായി അയാളെ മാനക്കേടുണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം പ്രചരണങ്ങളിൽ നമ്മൾ ഇല്ലാതിരിക്കുക. നല്ല വിചാരത്തോടുകൂടി, നല്ല മനസ്സോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹുവിൻ്റെ ഹൈറും ബർക്കത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഫലമാക്കി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു തആല നമ്മയൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളെ, വിഷമങ്ങളെ അള്ളാഹു ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികമായി നമുക്ക് സ്വസ്ഥതയും സമാധാനവും, ശാരീരികമായി ആഫിയത്തും, സാമ്പത്തികമായി ആശ്വാസത്തിന്റെ വഴികളും അള്ളാഹു തആല നമുക്ക് മുമ്പിൽ തുറന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സംരംഭത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ദിവസം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന
നല്ല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.